നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആയി ചെയ്ത പാപങ്ങൾക്ക് മനസ്സറിഞ്ഞു പരിഹാരം ചെയ്യാൻ ഇതിനേക്കാൾ നല്ലൊരു ദിവസം വേറെയില്ല. ഫെബ്രുവരി 15-നാണ് മഹാശിവരാത്രി. ഈ വീഡിയോ പൂർണ്ണമായും മഹാശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ശ്രദ്ധയോടെ ഈ സാധന ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം. ഉറക്കമിളച്ച് അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയുമുണ്ടാകും എന്നാണ് വിശ്വാസം. ദമ്പതികൾ ഒന്നിച്ചു വ്രതം അനുഷ്ഠിക്കുന്നതാണ് അത്യുത്തമം. വ്രതാനുഷ്ഠാനം എങ്ങനെ? വ്രതാരംഭം. ശിവരാത്രിയുടെ തലേന്ന് ഒരിക്കലോടെ അഥവാ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതമാരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല. വർജിക്കേണ്ടവ: പകലുറക്കം, എണ്ണതേച്ചു കുളി, തലേന്നത്തെ ആഹാരം എന്നിവ ഒഴിവാക്കണം. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമഃ ശിവായ ജപിച്ച് ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. നിർമ്മാല്യ ദർശനം അത്യുത്തമമാണ്. ഭക്ഷണം: ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അഭികാമ്യം. അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ്. ആരോഗ്യസ്ഥിതിയനുസരിച്ച് ആഹാരം ഉപേക്ഷിക്കാൻ സാധിക്കാത്തവർ ഒരിക്കലൂടെ വ്രതമനുഷ്ഠിക്കുക. അമിത ഭക്ഷണമാവരുത്. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ള നിവേദ്യം കഴിച്ച് വ്രതം തുടരാം. പ്രധാന കർമ്മങ്ങൾ: ശിവരാത്രി ദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നത് ഉത്തമമാണ്. അന്നദാനമാണ് ഇതിലേറ്റവും പ്രധാനം. ഭഗവാന്റെ പ്രിയവൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ്. കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. രാത്രി പൂർണ്ണമായി ഉറക്കമിളച്ചുവേണം ശിവരാത്രി വ്രതമനുഷ്ഠിക്കുവാൻ. വ്രതം അവസാനിപ്പിക്കൽ: പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണം വീട്ടാം, അഥവാ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം പകലുറക്കം പാടില്ല. മറ്റാചാരങ്ങൾ: ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുന്നതും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും ഉത്തമമാണ്. ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കും എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ശിവപ്രീതിക്കായി ഓം നമഃ ശിവായ പഞ്ചാക്ഷരി കമന്റ് ചെയ്യാൻ മറക്കരുത്.